75 ഹാർഡ് ബോഡി ബിൽഡിങ്ങിനുള്ളതല്ല. എൻ്റെ വീഡിയോസ് കാണുന്ന മിക്കവർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം ഞാൻ കൂടുതലിടുന്നതും ജിം വീഡിയോസാണ്. അതിടുന്നതിന് കാരണമുണ്ട്. ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ഓഡിയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും എനിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിടുന്നത്. പക്ഷേ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനോ ഒരു ബോഡി ബിൽഡിങ്ങിനൊക്കെ ആൾക്കാർ 2 വർഷമായിരിക്കും എടുക്കുന്നത്. 2.5 മാസം കൊണ്ട് എന്തായാലും ഒരു മാരകമായ ഒരു ബോഡിയൊന്നും എനിക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ വല്ല സ്റ്റെറോയിഡ് അടിച്ച് കയറ്റേണ്ടി വരും. ഫിസിക്കൽ ഫിറ്റ്നസ് ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. നല്ല രീതിയിൽ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഒരു സാധനം വേണ്ട എന്ന് വിചാരിച്ചാൽ എനിക്കത് വേണ്ട. ഈ ക്രേവിങ്സ് അതേപോലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. എനിക്ക് അത്യാവശ്യം പ്രൊക്രാസ്റ്റിനേഷനും ADHDൻ്റെ കുറേ സിംറ്റംസ് ഒക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. ഇതെടുത്ത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മൈൻഡിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ തന്നെ നിൽക്കും. ഫോക്കസ്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്ഡ് ആവും. നമ്മുടെ മൈൻഡ് മാറി നമ്മൾ കുറച്ചും കൂടി ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത്രേ ഉള്ളൂ. 1 മിനിറ്റിന് മുകളിലുള്ള റീലൊന്നും ആരും കണ്ടിരിക്കില്ല എന്നറിയാം. എന്നിട്ട് നിങ്ങളിപ്പോൾ ഇവിടം വരെ എത്തിയത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് യു ഗൈസ്. യു ഗൈസ് ആർ ദ റിയൽ വൺസ്. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. നാളെ തൊട്ട് ലെങ്ത്ത് കുറച്ച് വല്ല വെറൈറ്റിയും പിടിച്ച് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കാം. ബൈ. ശരി, എന്നാൽ പോയി കിടന്നുറങ്ങട്ടെ.